So clear ആണോ? So today we are going to learn about the quadrature phase shift key, that is QPSK. So here in QPSK, it is one of the bandwidth efficient modulation scheme used for communication. So this QPSK is also known as quadrature phase shift key, and it is one of the bandwidth efficient modulation scheme used for communication. And in QPSK, we have 4 equally spaced values such as pi by 4, 3 by 4, 5 pi by 4 and 7 pi by 4. So then the quadrature phase shift in the key in the here we have 4 phase value. Phase value 4 ഉണ്ട്. That is pi by 4, 3 pi by 4 and 5 pi by 4 and 7 pi by 4. അവിടെ ബൈനറി ഫേസ് ഷിഫ്റ്റ് കീയിങ്ങിൽ we have 2 phases ആണ്. That is അതുകൊണ്ടാണ് അതിനെ ബൈനറി എന്ന് പറയുന്നത്. ഇവിടെ we have 4 phase values. ഇവിടെ 0 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി ആയിരുന്നു 2 ഫേസ്. ഇവിടെ നമുക്ക് pi by 4, 3 pi by 4, 5 pi by 4 and 7 pi by 4. അങ്ങനത്തെ 4 ഫേസ് വാല്യൂസ് ഉള്ളതുകൊണ്ട് ഇതിനെ ക്വാഡ്രേച്ചർ എന്ന് പറയും. ക്വാഡ് മീൻസ് 4, സോ ക്വാഡ്രേച്ചർ ഫേസ് ഷിഫ്റ്റ് കീ. ഇവിടെ നമ്മുടെ ട്രാൻസ്മിറ്റഡ് സിഗ്നലിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SI of t. SI of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് √2/2e divided by t cos 2 pi fct plus 2i minus 1 pi by 4. ഇതാണ് ഈ SI. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിന്റെ ഇക്വേഷൻ ആണ് ഇത്. ഇതിൽ ദിസ് ഇസ് എ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ. ഇതിൽ I വാരി ചെയ്യുന്നത് 1 to up to 4 ആണ്. That is I can take any value. That is I can be 1, 2 and 3 and 4. ഇവിടെ ഈ റെപ്രസെന്റ് ചെയ്യുന്നത് ട്രാൻസ്മിറ്റഡ് സിഗ്നൽ എനർജി പെർ സിംബൽ ആണ്. അവിടെ EB ആയിരുന്നു, നമ്മൾ BPSKന്റെ കേസിൽ EB ആയിരുന്നു. ഇവിടെ E ആണ്. അവിടെ ബിറ്റ് എനർജി ആയിരുന്നു. ഇവിടെ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ എനർജി പെർ സിംബൽ ആണ്. സിംബൽ എനർജി ആണ് E. അവിടെ EB എന്ന് പറഞ്ഞ ബിറ്റ് എനർജി. സോ here we are taking T instead of TB. Here we are taking T. Since here T represents symbol duration ആണ്. അവിടെ ബിറ്റ് ഡ്യൂറേഷൻ ആയിരുന്നു TB, ഇവിടെ സിമ്പിൾ ഡ്യൂറേഷൻ ആണ്. സോ I can take any values 1, 2, 3, 4. അതിൽ ഏത് വാല്യൂ I can take when considering I taking 1 ആണെങ്കിൽ അല്ലെങ്കിൽ SI of t അതും കൺസിഡർ ചെയ്യാം. SI of t എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് cos A plus B എന്നുള്ള ഫോമിലാണ്. സോ ദിസ് ക്യാൻ ബി എക്സ്പാൻഡഡ് ആസ് SI of t is nothing but √2e by t cos 2i minus 1 pi by 4 cos 2 pi fct. That is cos A cos B minus sin A sin B. അതായത് cos A plus B ന്റെ ഫോമിൽ നമ്മൾ ഈ SI of t നെ എക്സ്പാൻഡ് ചെയ്താൽ that is √2e by t cos A plus B ആ ഫോമിലുള്ളത് അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ cos A cos B ന്റെ ഫോമിൽ cos A cos B minus sin A sin B നെ എക്സ്പാൻഡ് ചെയ്തു. അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ we get this equation, that is √2 by t cos 2 pi fct. ഈ റൂട്ടിനെ ഈ കോസ് ടേമിന്റെ ചെയ്തു. ദാറ്റ് ഈസ് √t cos 2i minus 1 pi by 4 minus √2 by t sin 2 pi fct. ഈ റൂട്ടിന് ഈ sin 2i minus 1 pi by 4 ടേംസിൽ എഴുതും. സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ, അതായത് ഈ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ഇക്വേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഇസ് നത്തിങ് ബട്ട് ϕ1 of t ആണ്. ദാറ്റ് ഈസ് √2 by t cos 2 pi fct എന്ന് പറഞ്ഞാൽ നമ്മുടെ BPSKന്റെ കേസിൽ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ദാറ്റ് ഈസ് ϕ1 of t. സിമിലർലി √2 by t sin 2 pi fct എന്ന് പറഞ്ഞാൽ ϕ2 of t ആണ്. അപ്പൊ നമുക്ക് വേറെ ഡിഫറൻസ് മനസ്സിലായി. BPSKന്റെ കേസിൽ we have already 1 ϕ1 of t ആണ്. അവിടെ 1 ϕ1 of t മാത്രമേ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് രണ്ട് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ϕ1 of t ഉണ്ട്, ϕ2 of t ഉണ്ട്. സോ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? This is nothing but √e cos 2i minus 1 pi by 4 into ϕ1 of t minus √e sin 2i minus 1 pi by 4 into ϕ2 of t, where I can take value 1, 2, 3 up to 4. So SI of t എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവും? SI of t is in the SI of t എന്ന് പറഞ്ഞാൽ ജനറൽ റെപ്രസെന്റേഷൻ എന്ന SI1 into ϕ1 of t plus SI2 into ϕ2 of t. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? SI1 into SI2 into വാല്യൂസ് ഒബ്റ്റെയിൻ ചെയ്യും. ദാറ്റ് ഈസ്
SI of t ന്റെ ജനറൽ റെപ്രസെന്റേഷൻ ആണ് SI1 phi1 of t, SI2 phi2 of t, SI3 phi3 of t. അങ്ങനെ ആയിരിക്കും അതിന്റെ ജനറൽ റെപ്രസെന്റേഷൻ. സോ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് SI1 ന്റെ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യാം. SI1 ന്റെ വാല്യൂ എന്താ? √e cos 2i minus 1 pi by 4. And SI2 ന്റെ വാല്യൂ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. That is -√t. Since this is in the plus form, here it is minus. So here we are taking SI2 value -√t sin 2i minus 1 pi by 4. അപ്പോൾ നമുക്ക് SI1 ഉം SI2 കിട്ടി. ദാറ്റ് ഈസ് അപ്പോൾ നമുക്ക് ടോട്ടൽ ആയിട്ട് സിഗ്നൽ വെക്ടർ SI consists of this SI1 ഉം SI2 ഉം. So the signal vector SI is nothing but SI1 ഉം SI2 ഉം. So we are substituting the values of this SI1 and SI2. But when I equal to 1 on the case, here we are substituting I equal to 1. So √e cos 2 minus 1 എന്ന് പറയുമ്പോൾ എന്താ? 1. That is pi by 4 ആവും. And I equal to 1 in the second case -√e sin 2i minus 1 എന്ന് പറയുമ്പോൾ pi by 4. അപ്പം this S1 അതായത് I equal to 1 ആവുന്ന കേസിൽ S1 സിഗ്നൽ വെക്ടർ S1 എന്ന് പറഞ്ഞാൽ √e cos pi by 4 -√e sin pi by 4 ആണ്. സോ ഈ cos pi by 4 എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ 1/√2 ആണ്. സോ √e into 1/√2 and -√e പിന്നെ sin pi by 4 എന്ന വാല്യൂ 1/√2 ആണ്. സോ -√e 1/√2. അപ്പം നമുക്കറിയാം S1 അതിന്റെ അകത്തുള്ള സിഗ്നൽ വെക്ടർ കൺസിസ്റ്റ് ഓഫ് +√e/2 -√e/2. സിമിലർലി I equal to 2 ന്റെ കേസിൽ നമ്മളിവിടെ ഈ ഒരു ഇക്വേഷനിൽ ഈ ഒരു സിഗ്നൽ വെക്ടറിന്റെ ഇക്വേഷനിൽ നമ്മൾ I equal to 1 മുതൽ I equal to 4 വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആൻഡ് വി ഗെറ്റ് ദ ഫൈനൽ വാല്യൂ. I equal to 2 ന്റെ കേസിൽ 2 into 2 4 minus 1 എന്ന് പറയുമ്പോൾ എന്താവും? 3. അപ്പം 3 pi by 4 വരും. താഴെയും 3 pi by 4 വരും. അതിന്റെ അപ്പം cos 3 pi by 4 എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ -1/√2 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് വി ഗെറ്റ് ദാറ്റ് I equal to 2 ന്റെ കേസിൽ S2 എന്ന് പറയുന്നത് -√e/2 ആണ്. ദാറ്റ് ഈസ് S2 ഹാവ് സിഗ്നൽ വെക്ടർ S2 രണ്ട് വാല്യൂസ് ഉള്ളത് -√e/2. അതായത് I1 എന്നുള്ള കേസിലായിരുന്നു. ദാറ്റ് ഈസ് S21 S22. അതാണ് ഈ I equal to 2 നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ -√e/2, സെക്കൻഡ് വാല്യൂ -√e/2. And I equal to 3. ഇതേ മെത്തേഡ് തന്നെ I equal to 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് S3 എന്ന് പറഞ്ഞാൽ -√e/2 +√e/2 ആണ്. ആൻഡ് സിമിലർലി I equal to 4 ന്റെ കേസിൽ S4 എന്ന് പറഞ്ഞാൽ +√e/2 +√e/2 ആണ്. സോ ഫൈനലി നമുക്ക് ഇതൊരു ടേബിളിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ SI of t ന്റെ വാല്യൂ ആണ് ഫസ്റ്റ് കോളം. സെക്കൻഡ് തന്നെ അതിന്റെ ഡിബിറ്റ് വാല്യൂ. സെക്കൻഡ് തേർഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫേസ് ഓഫ് ദിസ് QPSK ആൻഡ് ദിസ് കോർഡിനേറ്റ് ആണ് ഫോർത്ത് കോളം. സോ I equal to 1 ന്റെ കേസിൽ S1 of t ആണ്. S1 of t യൂഷ്വലി രണ്ട് ഡിബിറ്റ് വെച്ചിട്ടാണ് ഒരു സിമ്പിളിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഹിയർ 10 ആണ്. സോ 10 ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഫേസ് എന്ന് പറഞ്ഞാൽ pi by 4 ആവുന്ന സമയം. ദാറ്റ് ഈസ് ഫസ്റ്റ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച ഫസ്റ്റ് വെക്ടർ S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂ ആണ്. ദാറ്റ് ഈസ് √e/2 -√e/2. സോ വി ഹാവ് ദ കോർഡിനേറ്റ് വാല്യൂ √e/2 ആൻഡ് -√e/2. ആൻഡ് S2 എന്ന കേസിൽ വി ഹാവ് ഡിബിറ്റ് വാല്യൂ 0 0 and the phase is 3 pi by 4 ആണ്. So we have the coordinate value -√e/2 -√e/2. Here coordinate value എന്ന് പറഞ്ഞാൽ S21 ഉം S22 ആണ്. And when I equal to 3 on the case 0 1 ആണ്. And phase of QPSK എന്ന് പറഞ്ഞാൽ 5 pi by 4 ആണ്. And here the first coordinate that is S31 എന്ന് പറയുന്നത് -√e/2 and S32 എന്ന് പറയുന്നത് +√e/2 ആണ്. And similarly for S4 of t എന്ന് പറയുന്നത് ഡിബിറ്റ് വാല്യൂ 1 1 ആണ്. ആൻഡ് ഫേസ് ഓഫ് QPSK എന്ന് പറഞ്ഞാൽ 7 pi by 4 ആണ്. ആൻഡ് ഹിയർ S41 എന്ന് പറഞ്ഞാൽ √e/2, S42 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +√e/2. ഇതൊക്കെ ഒബ്റ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം ടേബിളേറ്റ് ചെയ്യുന്നത് ഫ്രം ദിസ് ഇക്വേഷൻ ഓഫ് ദിസ് ബേസിക് ഇക്വേഷൻ ആണ്. അതായത് സിഗ്നൽ വെക്ടർ SIന്റെ ബേസിക് ഇക്വേഷൻ ആണ് നമ്മൾ ഇത് ഈ കോർഡിനേറ്റ് വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ബൈ ദിസ് tabulation we can draw the signal space diagram. Here നമ്മൾ പറഞ്ഞു ഇവിടെ രണ്ട് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത ഇക്വേഷൻ്റെ അകത്തുനിന്ന് cos A plus B ന്റെ ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയപ്പോൾ നമുക്ക് രണ്ട് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ കിട്ടി. ദാറ്റ് ഇസ് phi1 of t, phi2 of t. അതുകൊണ്ട് തന്നെ ഇതൊരു 2 dimensional സിഗ്നൽ സ്പേസ് ആയിരിക്കും. നമ്മൾ BPSK നമുക്ക് ഒറ്റൊരു
orthonormal basis function ആയി ഉണ്ടായിട്ടുള്ളൂ. That is phi1 of t. So അവിടെ നമ്മൾ one dimensional signal space ആയിരുന്നു. Here since we have two orthonormal basis functions, this will be two dimensional signal space. That is phi1 of t in the x-axis and phi2 of t in the y-axis. And here we can see that if the observation vector, നമുക്ക് demodulatorന്റെ ഔട്ട്പുട്ട് ആയി കിട്ടുന്ന observation vector lies in S4 region ആണെങ്കിൽ the corresponding values will be root t by 2 to ഇവിടെയുള്ള root t by 2. So S4 എന്ന് പറയുന്നത് വാല്യൂ അതിന്റെ corresponding projection, S4ന്റെ corresponding projection on phi1 axis root t by 2 ലായിരിക്കും. ആൻഡ് അത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. ഈ ഒരു ടേബിളേഷൻ നമുക്ക് മനസ്സിലാക്കാം. S4 of t ന്റെ കറസ്പോണ്ടിങ് കോർഡിനേറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ പ്ലസ് റൂട്ട് ടി ബൈ 2 പ്ലസ് റൂട്ട് ടി ബൈ 2 ആണ്. സോ ഹിയർ S4 of t is nothing but പ്ലസ് റൂട്ട് ടി ബൈ 2 പ്ലസ് റൂട്ട് ടി ബൈ 2. ആൻഡ് സിമിലർലി S3 of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് റൂട്ട് ടി ബൈ 2 പ്ലസ് റൂട്ട് ടി ബൈ 2 ആണ്. സോ ദിസ് വിൽ ബി ദ സെക്കൻഡ് കോർഡിനേറ്റ്. S4 of t എന്ന് പറഞ്ഞാൽ മൈനസ് റൂട്ട് ടി ബൈ 2 പ്ലസ് റൂട്ട് ടി ബൈ 2. സോ ദിസ് ഇസ് S3 in the second coordinate, that is in the Z2 region. And similarly S3 ന്റെ വാല്യൂ S2 ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 0 ആണ്. സോ we have coordinate value minus root t by 2 minus root t by 2. So this will be in the Z3 region. So if the observation vector lies in the observation vector have the coordinate value plus root t by 2 and minus root t by 2. So this lies in the region Z1. And if observation vector lies in anywhere in the Z1 region, we will conclude that S4 was transmitted. അതായത് ഒബ്സർവേഷൻ വെക്ടർ Z1 റീജിയനിൽ ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യും S4 ആയിരുന്നു ട്രാൻസ്മിറ്റ് ചെയ്തത്. നമുക്ക് കിട്ടുന്ന ഒബ്സർവേഷൻ വെക്ടർ Z2 റീജിയനിൽ ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ വി വിൽ കൺക്ലൂഡ് ദാറ്റ് S3 ട്രാൻസ്മിറ്റ് ചെയ്തു. സിമിലർലി ഒബ്സർവേഷൻ വെക്ടർ ഇഫ് ഇറ്റ് ഇൻ ദ Z3 റീജിയൻ വി കൺക്ലൂഡ് ദാറ്റ് S2 വാസ് ട്രാൻസ്മിറ്റഡ്. ആൻഡ് ലാസ്റ്റ് ഇപ്പം ഒബ്സർവേഷൻ വെക്ടർ ലൈസ് ഇൻ ദിസ് Z4 region, we say that S1 was transmitted. So in QPSK BPSK തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് വെച്ചാൽ BPSK രണ്ട് സിംബൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് വൺ റെപ്രസെന്റിങ് സിംബൽ 1 ആൻഡ് അതർ റെപ്രസെന്റിങ് 0. അങ്ങനെയാണെങ്കിൽ BPSK രണ്ട് സിംബൽസ് ആണ് ഉണ്ടായിരുന്നത്, സിംബൽ 1 ആൻഡ് സിംബൽ 0. ആൻഡ് QPSK 4 സിംബൽസ് ആണ്. ആൻഡ് ദിസ് 4 സിംബൽസ് എന്ന് പറഞ്ഞാൽ ഒരു സിംബൽ എന്ന് പറഞ്ഞാൽ 2 ബിറ്റ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. 0 0 0 1 1 1 1 0 എന്ന് പറഞ്ഞാൽ 2 ഡിബിറ്റ്സ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യാം. ആൻഡ് BPSK we need only one phase അല്ലെങ്കിൽ two phases ആണ് നമുക്ക് വേണ്ടത്. ദാറ്റ് ഇസ് S1 of t S2 of t. S1 of t എന്ന് പറഞ്ഞാൽ √2 EB by TB cos 2π FCT ആയിരുന്നു. ആൻഡ് നെക്സ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ പ്ലസ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ള ഒരു ഫേസ് ആയിരുന്നു. ദാറ്റ് ഇസ് S2 of t എന്ന് പറഞ്ഞാൽ മൈനസ് √2 EB by TB cos 2π FCT. അതായിരുന്നു BPSKന്റെ കേസിൽ. ഇവിടെ നമുക്ക് 4 ഫേസസ് ഉണ്ട്. അതായത് BPSK രണ്ട് ഫേസ് ഉള്ളത്, 0 ഫേസും 180 ഡിഗ്രി ഫേസും. കറസ്പോണ്ടിംഗ്ലി S1 of t S2 of t. ഇവിടെ നമുക്ക് QPSK 4 ഫേസസ് ഉണ്ട്. അതായത് S1 of t S2 of t S3 of t S4 of t. അങ്ങനെ 4 ഫേസ് ഉണ്ട് കറസ്പോണ്ടിങ് ടു π/4 3π/4 7π/4 അല്ല 5π/4 and 7π/4 റെസ്പെക്റ്റീവ്ലി. സോ BPSKന്റെ കേസിൽ 2 ഫേസ്, ഇവിടെ 4 ഫേസ്. ആൻഡ് BPSKന്റെ കേസിൽ EB ആയിരുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ദാറ്റ് ഇസ് ട്രാൻസ്മിറ്റഡ് എനർജി പെർ ബിറ്റ്. അവിടെ ബിറ്റ് ആയിരുന്നു. ആൻഡ് സിമ്പിൾ ഡ്യൂറേഷൻ പെർ ബിറ്റ്. ആൻഡ് അവിടെ 1 ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ QPSKന്റെ കേസിൽ വി ഹാവ് എനർജി പെർ സിമ്പിൾ. വി ആർ കാൽക്കുലേറ്റിംഗ് E ഇൻസ്റ്റെഡ് ഓഫ് EB. വി ആർ കാൽക്കുലേറ്റിംഗ് എനർജി പെർ സിമ്പിൾ ആൻഡ് വി ആർ കാൽക്കുലേറ്റിംഗ് T. ദാറ്റ് ഇസ് സിമ്പിൾ ഡ്യൂറേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോട്ട് ഇൻസ്റ്റെഡ് ഓഫ് TB. ബിറ്റ് ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം വി ആർ ടേക്കിംഗ് സിമ്പിൾ ഡ്യൂറേഷൻ. ആൻഡ് ഹിയർ വി യൂസ് 2 ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ phi1 of t phi2 of t. ഇനി നമുക്ക് ഇതിന്റെ പ്രോബബിലിറ്റി ഓഫ് എറർ കാണാം. അതായത് സെക്കൻഡ് പാർട്ട്. സിഗ്നൽ സ്പേസ് നമ്മൾ SI of t ന്റെ ഇക്വേഷൻ എഴുതി, അതിനകത്ത് നമ്മൾ കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചു. കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, സിഗ്നൽ സ്പേസ് ഡയഗ്രാം റെപ്രസെന്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് അതിന്റെ പ്രോബബിലിറ്റി ഓഫ് എറർ. ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് എറർ. സോ ഇവിടെ റിസീവ്ഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ റിസീവ്ഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ x of t ആണ്. നമ്മൾ BPSK എടുത്ത പോലെ തന്നെ റിസീവ്ഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ x of t. റിസീവ്ഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമ്മൾ QPSK സിഗ്നൽ സെൻഡ് ചെയ്തു. ആ QPSK സിഗ്നൽ ചാനലിലൂടെ അഡിക്റ്റീവ് വൈറ്റ് ഗോസിൻ നോയ്സ് ചാനലിലൂടെ സെൻഡ് ചെയ്യുമ്പോൾ some noise component get added up.
അതാണ് W of T, that is additive white Gaussian noise. And this additive white Gaussian noise have zero mean and power spectral density of n0/2. അത് നമുക്ക് ഓൾറെഡി അറിയാം. BPSK സെയിം പോലെ തന്നെ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞത് റിസീവർ പാർട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് നത്തിങ് ബട്ട് ആ QPSK സിഗ്നൽ പ്ലസ് ദാറ്റ് ഒമേഗ അല്ലെങ്കിൽ W of T, which is the additive white Gaussian noise. So X of T is nothing but SI of T plus omega W of T. ഇനി we have to find the observation vector. ഈ observation vector, ഇവിടെയുള്ള observation vectorന് രണ്ട് കോമ്പോണന്റ് ഉണ്ട്. ഇതിന് രണ്ട് ഫേസ് ഉള്ളതുപോലെ തന്നെ രണ്ട് കോമ്പോണന്റ് ഉണ്ട്. അതായത് ഒരു കോമ്പോണന്റ് ഒരു പ്രൊജക്ഷൻ, അതായത് രണ്ട് പ്രൊജക്ഷൻ ഉണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ x1 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രൊജക്ഷൻ ഓൺ φ1 ആൻഡ് x2 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രൊജക്ഷൻ ഓൺ φ2. നമുക്ക് ഇവിടെ ഈ ഒരു ഡയഗ്രത്തിൽ തന്നെ മനസ്സിലാവും. ഒരു ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാവും. ഇവിടെ ഇപ്പൊ ഈ ഒബ്സർവേഷൻ ലൈറ്റ് വെക്ടർ ഈ ഒരു Z1 റീജിയനിലാണെങ്കിൽ ആ ഒബ്സർവേഷൻ വെക്ടറിന് രണ്ട് പ്രൊജക്ഷൻ ഉണ്ട്. ഒരു പ്രൊജക്ഷൻ ഓൺ φ1 ഒരു പ്രൊജക്ഷൻ ഓൺ φ2. സോ we say that the observation vector have two components, one is x1 and one is x2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇന്നലെ നമുക്ക് അവിടെ ഒറ്റ ഒരു ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നു. അതായത് BPSKയിൽ ഒറ്റ ഒരു ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ എക്സ് ആ കറസ്പോണ്ടിങ് പ്രൊജക്ഷനും അതിന്റെ ആ പ്രൊജക്ഷൻ വെൻ സിമ്പിൾ 0 വാസ് ട്രാൻസ്മിറ്റഡ് എത്രയാണെന്നുള്ള ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആയിരുന്നു കണ്ടത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ബോത്ത് ദിസ് കണ്ടീഷണൽ പ്രോബബിലിറ്റി, അതായത് fx1 fx2 രണ്ടിന്റെയും കണ്ടീഷണൽ പ്രോബബിലിറ്റി നമ്മൾ കാണും. സോ ബിഫോർ ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് x1 എന്ന് പറഞ്ഞാൽ 0 to t x of t φ1 of t, അതായത് ഒബ്സർവേഷൻ വെക്ടറിന്റെ പ്രൊജക്ഷൻ ഓൺ φ1 of t. ഇവിടെ ഈ x1 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് SI1 പ്ലസ് W1 ആണ്. SI1 പ്ലസ് W1. സോ ഈ SI1ന്റെ വാല്യൂ നമുക്ക് അറിയാം, ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ. ഈ SI1 എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് പ്രൊജക്ഷൻ ഓഫ് SI of t ഓൺ φ1 of t ആക്സിസ്. സോ ഈ SI1ന്റെ വാല്യൂ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തതാണ്. ദാറ്റ് ഇസ് √t cos 2i minus π/4 പ്ലസ് ഒമേഗ W1 ആണ്. സോ ദിസ് SI1ന്റെ വാല്യൂ വി ഹാവ് ഓൾറെഡി കാൽക്കുലേറ്റഡ്. അതായത് SI1ന്റെ വാല്യൂ നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത്, ദാറ്റ് ഇസ് √t cos 2i minus 1 π/4. അതാണ് SI1ന്റെ വാല്യൂ. ആൻഡ് which is nothing but it is equal to ഒരു plus or minus √t/2. നമുക്ക് അവിടെ അറിയാം. അതിന്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ we know that it is plus or minus √t/2, either plus √t/2 or minus √t/2. So SI1 in the value it's nothing but plus √t/2 or minus √t/2. So നമുക്ക് SI1 ന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ x1 എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് √t/2 പ്ലസ് W1. ആൻഡ് സിമിലർലി x2 എന്ന് പറയുന്നത് SI2 ന്റെ വാല്യൂ എന്താ? minus √t sin 2i minus 1 π/4. അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സോ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് ഓർ പ്ലസ് √t/2 പ്ലസ് W2. അത് ആ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ x1ഉം x2ന്റെ വാല്യൂ നമ്മൾ കണ്ടു. Now we need to calculate the mean and variance for this x1 and x2. ഇന്നലെ ചെയ്ത അതേ സെയിം പ്രൊസീജിയർ തന്നെ. We have to calculate the mean and variance. So mean of x1 and x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ W2 ന്റെ മീൻ, അതായത് എക്സ്പെക്ടേഷൻ ഓഫ് ദിസ് additive white Gaussian noise എന്ന് പറഞ്ഞാൽ 0 ആണ്. ആൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് ദിസ് കോൺസ്റ്റന്റ് വാല്യൂ ഇസ് നത്തിങ് ബട്ട് കോൺസ്റ്റന്റ്. സോ x1 ന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് √t/2 ആയിരിക്കും. ആൻഡ് x2 ന്റെ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ മീൻ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് or plus √t/2 respectively. And variance, we know that variance of a constant term എന്ന് പറഞ്ഞാൽ 0 ആണ്. And variance of this additive white Gaussian noise എന്ന് പറഞ്ഞാൽ n0/2 ആണ്. So variance of x1 and x2 എന്ന് പറഞ്ഞാൽ n0/2 ആണ്. So we found the x1, we found the x2, we found the expectation of x1 and x2, and we found the variance of x1 and x2. Now the probability of correct decision. So here നമ്മൾ അവിടെ കൺസിഡർ ചെയ്തത് x1 സെൻഡ് ചെയ്യുന്ന 0 സെൻഡ് ചെയ്യുന്ന സമയത്ത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആയിരുന്നു നമ്മൾ അവിടെ കണ്ടത്. ആൻഡ് ഹിയർ വി ആർ ഫൈൻഡിങ് അതായത് പ്രോബബിലിറ്റി ഓഫ് എറർ ആയിരുന്നു അവിടെ കണ്ടത് ഇൻ BPSK. Now in quadrature phase shift keying we are finding the probability of correct decision given S4 was transmitted. So this PC represents the probability of correct decision. So BPSK probability of error ആയിരുന്നു കണ്ടത്. ഇവിടെ since we have 4
ട്രാൻസ്മിറ്റഡ് സിമ്പിൾ അല്ലെങ്കിൽ 4 possible symbols ഉണ്ട്. Here we are finding the probability of correct decision given that S4 was transmitted. So ഈ probability of correct decision എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ x1 and x2 x1 greater than 0 ആയിരിക്കണം. x2 സിമ്പിൾ S4 ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. സിമ്പിൾ S4 ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൈ ചെയ്യുന്ന ഒബ്സർവേഷൻ വെക്ടർ x1 x2 ഈ രണ്ട് x1 x2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. സിൻസ് നമുക്കിവിടെ വാല്യൂ √t/2 ആണ്, ഇവിടെയും വാല്യൂ √t/2 ആണ്, രണ്ടും ഒരു പോസിറ്റീവ് വാല്യൂ ആണ് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. സോ S4 ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതായത് റിസീവർ S4 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് ഡിസൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ x1 x2 ഷുഡ് ലൈ ദിസ് ഇൻ ദിസ് റീജൻ Z1. സോ ഈ റീജൻ Z1 ഇൻ ദ സെൻസ് ദാറ്റ് ഈ x1 x2 എന്ന് പറഞ്ഞ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയാണെങ്കിലുമാണ് S4 ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സപ്പോസ് റിസീവർ ടേക്സ് ഡിസിഷൻ ഇൻ ദാറ്റ് S3 ആണ് ട്രാൻസ്മിറ്റ് ചെയ്തതെന്ന് പറയുന്നു. അപ്പൊ x3 ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ x1 എന്ന് പറയുന്ന വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ 0 ആൻഡ് x2 എന്ന് പറഞ്ഞ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. അതായിരിക്കും നമ്മുടെ കണ്ടീഷൻ. നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്ന കണ്ടീഷൻ S4 ആണ് ട്രാൻസ്മിറ്റ് ചെയ്തത് ആൻഡ് റിസീവർ മേക്ക് ഡിസിഷൻ, അതായത് റിസീവർ മേക്ക് ദ കറക്റ്റ് ഡിസിഷൻ. അതായത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തു, റിസീവർ അത് കറക്റ്റ് ഡിസിഷൻ ആണ് എടുക്കുന്നത്. അതായത് S4 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന റിസീവർ ഡിസിഷൻ ടേക്സ് ഡിസിഷൻ ഇൻ ഫേവർ ഓഫ് S4. അങ്ങനെയാണെങ്കിൽ we say that this probability of correct decision that is S4 was transmitted is given by PC is equal to probability of x1 greater than 0, അതായത് √t/2. അതായത് phi1 of t ലെ പ്രൊജക്ഷൻ ആണ് x1 greater than 0 and projection x2 greater than 0 given that S4 was transmitted. ഇതാണ് നമ്മൾ കറക്റ്റ് ഡിസിഷൻ, റിസീവറിന്റെ കറക്റ്റ് ഡിസിഷൻ. നൗ നമുക്കറിയാം പ്രോബബിലിറ്റിയിൽ നമുക്ക് അറിയുന്ന ഒരു കണ്ടീഷൻ ആണ് if A and B are independent then the probability of AB can be written as probability of A into probability of B. So ഈ ഒരു കണ്ടീഷൻ ഈ probability of correct decision PC-ലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ we get that since x1 ഉം x2 ഉം ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുന്നു, since here like A and B are independent, അതുപോലെ തന്നെ x1 and x2 are independent എങ്കിൽ Gaussian random variable ആണെങ്കിൽ this probability of correct decision can be written as probability of x1 greater than 0 given S4 was sent into probability of x2 greater than 0 given S4 was transmitted. അതായത് ഈ ഒരു കണ്ടീഷൻ പോലെ എഴുതാം, probability of A into probability of B എന്ന് എഴുതുന്ന പോലെ probability of x1 into probability of x2. ആ ഒരു കണ്ടീഷൻ പോലെയാണ് നമ്മൾ ഇതിന് മാറ്റി എഴുതുന്നത്. ദാറ്റ് ഇസ് probability of correct decision. അതായത് നമ്മൾ probability of correct decisionന്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ പറയുന്നതാണ് ഈ x1 ഉം x2 ഉം ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്ക് ഈ probability of correct decisionനെ ഇങ്ങനെ മാറ്റി എഴുതാം. ദാറ്റ് ഇസ് PC equal to PC probability of x1 greater than 0 given S4 was transmitted into probability of B എന്ന് എഴുതുന്ന പോലെ probability of x2 greater than 0 given x4 was transmitted. So നമ്മൾ ഇനി ഇതിന്റെ ഈ പ്രോബബിലിറ്റി ആണിത്. ആ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഇന്നലത്തെ പോലെ കണ്ടുപിടിക്കും. സോ PC is equal to 0 to infinity, കാരണം phi1ന്റെ റേഞ്ച് x1 എന്ന് പറഞ്ഞാൽ പ്രൊജക്ഷൻ ഓൺ phi1 ആണ്, അതിന്റെ റേഞ്ച് 0 to infinity ആണ്. സോ 0 to infinity fx1 of x1 into 0 to infinity fx2 of x2. ഇന്നലത്തെ കേസിൽ നമുക്ക് fx1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം ഒരു ഓർത്തോണോമൽ ബേസിസ് ഫംഗ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. And here in this case we have two orthogonal basis function, phi1 of t, phi2 of t. അതുകൊണ്ട് നമുക്ക് രണ്ട് പ്രൊജക്ഷൻസ് ഉണ്ടാവും. സോ ഫസ്റ്റ് നമ്മൾ 0 to infinity fx1 of x1 given S4 was transmitted into dx1 and second one 0 to infinity fx2 into x2 given S4 of t was transmitted into dx2. So ഇന്നലത്തെ അതേ ഇക്വേഷനിലെ കേസിലെത്തി നമുക്ക് ജനറൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി കാണേണ്ട ഇക്വേഷൻ ആണിത്. സോ സ്ക്രീന് വിസിബിൾ ആണോ? സ്ക്രീന് വിസിബിൾ അല്ലേ? അഭിജിത്ത്, യെസ്, ഓക്കെ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ, കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി കണ്ടത്. നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മീന് കണ്ടു, ദാറ്റ് ഇസ് മ്യൂ കണ്ടു, വേരിയൻസും കണ്ടു. അപ്പൊ ഇത് ഈ ഒരു fx1ന്റെ S4 വാസ് ട്രാൻസ്മിറ്റഡിന്റെ ഫസ്റ്റ് നമ്മൾ പ്രോബബിലിറ്റി കാണും, ദാറ്റ് ഇസ് കണ്ടീഷൻ പ്രോബബിലിറ്റി കാണും, പിന്നെ fx2ന്റെയും കാണും.
അതിന്റെ രണ്ടിന്റെയും മീനും വേരിയൻസ് നമുക്കറിയാമെങ്കിൽ ഇന്നലെ കണ്ട അതേ സെയിം പ്രൊസീജിയർ തന്നെ. PC കറക്റ്റ് ഡിസിഷന്റെ പ്രോബിലിറ്റി ആണ് ഇസ് നത്തിങ് ബട്ട് 0 to infinity. ഈ fx1 of x1 given s4 of t was ട്രാൻസ്മിറ്റഡിന്റെ കേസിൽ നമുക്ക് കിട്ടിയ മീനും വേരിയൻസും അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ദാറ്റ് ഈസ് 1/√2π n0/2. സിഗ്മന്റെ വാല്യൂ n0/2 ആണ്. ഇൻറ്റു എക്സ്പോണന്റ് ഓഫ് മൈനസ് x1. ഇവിടെ നമുക്ക് കിട്ടിയ മീൻ വാല്യൂ എന്ന് പറഞ്ഞാൽ √e/2 ആണ്. EB/2 അല്ല, e/2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ദിസ് വേരിയൻസ് ആണ്. സോ സിമിലർലി സെയിം കേസ് അതിന്റെ സെക്കൻഡ് കേസിലും x2ന്റെ കേസിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതായത് ഇതിന്റെ കണ്ടീഷണൽ പ്രോബിലിറ്റി ഡിറൈവ് ചെയ്തു, അതാണ് ഈ ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് ഇൻറ്റു സെക്കൻഡിന്റെ x2ന്റെ കണ്ടീഷണൽ പ്രോബിലിറ്റി ഡിറൈവ് ചെയ്തു, അതാണ് സെക്കൻഡ് പാർട്ട്. നമ്മൾ ക്യാൻസൽ ചെയ്യും. ഈ 2ഉം 2 ഒക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലായിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അതായത് 0 to infinity 1/√π n0 into exponent of x1 minus √e/2. പിന്നെ ഈ √n ഇവിടെ ഒരു n0 ഉണ്ട്. ആ n0നെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുവാണെങ്കിൽ √n0 the whole square is nothing but n0 ആണ്. അപ്പൊ റൂട്ടിന്റെ ടേംസിൽ എഴുതി n0നെ. ഇന്നലെ ഇത് അതേ പ്രൊസീജിയർ ആണ്, ഒരു വ്യത്യാസവും ഇല്ല. സോ സിമിലർലി സെക്കൻഡ് ഇക്വേഷനും നമ്മൾ n0ന്റെ ഈ 2 ക്യാൻസൽ ചെയ്തു, ഈ 2 ക്യാൻസൽ ചെയ്തു, പിന്നെ റെസ്റ്റ് n0 ഉണ്ട്. ആ n0നെ റൂട്ടിന്റെ ഉള്ളിലേക്ക് എഴുതിയെന്ന് മാത്രം. ഇനി നമ്മൾ ഇന്നലെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ. ഈ എക്സ്പോണന്റ് ടേമിന്റെ ഉള്ളിലുള്ള സാധനത്തിന് നമ്മളൊരു വേരിയബിളിലേക്ക്, അതായത് എക്സ്പോണന്റ് ടേമിന്റെ ഉള്ളിലെ ടേംസിനെ നമ്മളൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യും. ദാറ്റ് ഈസ് x1 മൈനസ് √e/2 ഡിവൈഡഡ് ബൈ √n0 എന്നുള്ള ഒരു ടേമിനെ നമ്മൾ u ആണെന്ന് പറയും. അതായത് ഈ രണ്ട് ടേം, അതായത് ഈ x1ന്റെ പ്രോബിലിറ്റിയിലും x2ന്റെ പ്രോബിലിറ്റിയിലും ഉള്ള രണ്ട് ടേമിന്റെ ഉള്ളിലുള്ള ടേംസിനെ, അത് എക്സ്പോണന്റിന്റെ ഉള്ളിലുള്ള ടേംസിനെ നമ്മൾ u ആണെന്ന് പറയും. ദാറ്റ് ഈസ് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേം, ഈ രണ്ട് ടേം സെയിം ആണ്, ഈക്വൽ ആണ്. സോ വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദാറ്റ് x1 minus √e/2 divided by √n0 is equal to x2 minus √e/2 divided by √n0 is nothing but u ആണെന്ന് പറയും. സിമിലർലി dx1ഉം dx2ഉം √n0 into du ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. അതെല്ലാം ഇന്നലത്തെ ഇക്വേഷനിലാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ x1 എന്നുള്ളയും x2ന്റെയും ലിമിറ്റിനെ ചേഞ്ച് ചെയ്യും. നമ്മളിപ്പോൾ ഒരു പുതിയ വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു, u എന്ന് പറഞ്ഞിട്ട് വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. സോ വി ആർ നൗ ചേഞ്ചിങ് അവർ ഇന്റഗ്രേഷൻ ലിമിറ്റ് ഫ്രം x1 to u. x1 എന്ന് യുയിലേക്ക് ചേഞ്ച് ചെയ്യും. അപ്പൊ x1 equal to 0 എന്ന കേസിൽ ഇവിടെ നമുക്കറിയാം x1 equal to 0 എന്ന കേസിൽ നമ്മൾ u എന്തായി മാറും, u is equal to minus √e/2 n0. ദാറ്റ് ഈസ് ഇവിടെ x1ന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മൾ u എന്താവും, minus √e/2 n0 ആവും. ഇനി x1 is equal to infinity എന്ന കേസിൽ u also become infinity. ആൻഡ് സിമിലർലി x2ന്റെ കേസിലും നമുക്ക് എന്ത് പറയാം, u x2 0 എന്ന കേസിൽ നമ്മളെ ലിമിറ്റ് minus √e/2 n0 ആവും. ആൻഡ് x2 ഇൻഫിനിറ്റി എന്ന കേസിൽ u equal to infinity. സോ നമുക്ക് എന്ത് ചെയ്ത് പുതിയ ലിമിറ്റ് കിട്ടി. പുതിയ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ u to infinity എന്ന് പറഞ്ഞാൽ പുതിയൊരു ലിമിറ്റ് ആണ്. ആദ്യം 0 to infinity ആയിരുന്നു, അതിനെ നമ്മൾ ചേഞ്ച് ചെയ്ത് u to infinity എന്ന് പറഞ്ഞാൽ പുതിയ റേഞ്ചിലേക്ക് മാറി. അപ്പൊ യുവിന്റെ വാല്യൂ എന്താ, ഇവിടെ നമുക്കറിയാം ഈ രണ്ട് ടേംസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ദിസ് ടു ടേം സെപ്പറേറ്റ്ലി, ഈ ഒരു ടേം, അതായത് ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഈ ഈക്വൽ ആണ്. സോ നമ്മളിവിടെ എന്ത് ചെയ്യും, നമ്മളെ ലിമിറ്റിനെ ചേഞ്ച് ചെയ്യും. ദാറ്റ് ഇസ് പ്രോബബിലിറ്റി ഓഫ് കറക്റ്റ് ഡിസിഷൻ PC is equal to 1/√π n0. ലിമിറ്റ് മാറി ശ്രദ്ധിക്കുക. ഇവിടെ യുവിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട്, u to infinity ആണ് പുതിയ ലിമിറ്റ്. ദാറ്റ് ഇസ് യുവിന്റെ വാല്യൂ എത്രയാ, minus √e/2 n0 to infinity. പിന്നെ ഇവിടെ എക്സ്പോണന്റ് ഓഫ് minus u square √n0 into du. സോ അതിന്റെ സ്ക്വയർ ഇറ്റ്സ് നത്തിങ് ബട്ട് ഈ ഹോൾ ടേം സെയിം ആയതുകൊണ്ട് ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ദിസ് നമുക്ക് ഒന്നിൽ ഇങ്ങനെ എഴുതാം. എങ്ങനെ, ഈ സ്ക്വയർ ഇല്ലാണ്ട് ഈ ടേമിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. സിൻസ് one is with respect to x1 and another is with respect to x2. Otherwise we can write square. അതായത് രണ്ട് ടേം സെപ്പറേറ്റ് എഴുതാണ്ട് ഒന്നിൽ സ്ക്വയർ ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ സെയിം ടൈം ആയിട്ട് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്മളിവിടെ സ്ക്വയർ ആയിട്ട് എഴുതുന്നു രണ്ട് ടേം, അതായത് one with respect to x1 another with respect to x2. സെയിം ടേം തന്നെയാണ് x1നും x2നും വരുന്നത്. സോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെയുള്ള √n0 ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് ഗിവൺ ബൈ PC is equal to 1/√π. ഇവിടെ minus √e/2 n0 to infinity exponent of minus u square du the whole square ആണ്. സോ നമുക്ക് ഇവിടെ കാണാം u എന്ന് പറയുന്നത് ERFC എന്ന് പറയുന്നത് എന്താ,
ERFCന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. That is ERFC of u എന്ന് പറയുന്നത് it's nothing but 2 by root pi u to infinity exponent of minus u square dz അല്ലെങ്കിൽ du. ഇതാണ് ERFC of u. സോ നമ്മൾ ഇന്നലെ എഴുതിയ പോലെ തന്നെ നമ്മൾ ഈ ഒരു ടേമിന് ERFCന്റെ കേസിൽ എഴുതുന്ന സമയത്ത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1/2 ഇൻറ്റു ERFC ഓഫ് മൈനസ്, ഇവിടെ യുവിന്റെ വാല്യൂ എത്ര മൈനസ് ആണ്, ഒരു മൈനസ് ടേം ഉണ്ട്, ദാറ്റ് ഇസ് മൈനസ് √e/2n0. ഇന്നലെ എഴുതിയ അതേ കാര്യങ്ങൾ തന്നെ നമുക്ക് ERFCന്റെ ടേംസിൽ എഴുതണ്ടെങ്കിൽ താഴെയും മുകളിലും ഇവിടെ ഒരു 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസിൽ നമുക്ക് മനസ്സിലാവും ഈ ERFCനെ ഈ PC-നെ ERFCന്റെ ടേമിൽ എഴുതുമ്പോൾ 1/2 ERFC ഓഫ് -√e/2n0 ഒരു ടേമിൽ നമുക്ക് എഴുതാം. പക്ഷെ നമുക്കിവിടെ ഈ മൈനസ് ERFCക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ERFC ഓഫ് ഒരു മൈനസ് u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ERFC ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് 2 മൈനസ് ERFC ഓഫ് എക്സ്. സോ ഈ ഒരു ഇക്വേഷൻ ദാറ്റ് ഇസ് ERFC ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ആണ്, ദാറ്റ് ഇസ് 2 മൈനസ് ERFC ഓഫ് എക്സ്. അപ്പൊ 2 മൈനസ് ERFC ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ERFC ഓഫ് എക്സ് ആണിത്, ദാറ്റ് ഇസ് ERFC ഓഫ് മൈനസ് എക്സ് ആണിത്. അതിനെ നമുക്ക് 1/2 ഇൻറ്റു 2 മൈനസ് ERFC ഓഫ് ദിസ് എക്സ് എന്നുള്ള ടേമിൽ എഴുതാം. അതിന് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത് ദാറ്റ് ഇസ് ERFC ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 2 മൈനസ് ERFC ഓഫ് എക്സ്. ദാറ്റ് ഇസ് ഇവിടെ 1/2 ഓൾറെഡി ഉള്ളതാണ്. സോ 1/2 ഇൻറ്റു 2 മൈനസ് ERFC ഓഫ് എക്സ്. എക്സിന്റെ വാല്യൂ എത്രയാണ്, അതായത് യുവിന്റെ വാല്യൂ √e/2n0. അങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഈ 2 നമുക്ക് ഫൈനലി കിട്ടുന്ന ഇക്വേഷൻ ആണ്, ദാറ്റ് ഇസ് 1 മൈനസ് 1/2 ERFC ഓഫ് √e/2n0. നമ്മൾ ഫൈനൽ PC എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന കറക്റ്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ERFCന്റെ ടേംസിൽ എഴുതി. ERFCന്റെ ടേംസ് നമ്മൾ കണ്ടപ്പോൾ എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലായി ERFC ഓഫ് മൈനസ് u എന്നുള്ളൊരു കേസാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഈ മൈനസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ERFCന്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതും, ദാറ്റ് ഇസ് ERFC ഓഫ് മൈനസ് u എന്ന് പറഞ്ഞാൽ 2 മൈനസ് ERFC ഓഫ് എക്സ് എന്നുള്ള ടേമിൽ എഴുതും. അത് ഇവിടെ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ERFC ഓഫ് മൈനസ് 2 എന്നുള്ളത് 2 മൈനസ് ERFC ഓഫ് u എന്നുള്ള ടേമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് 1 മൈനസ് 1/2 ഇൻറ്റു ERFC ഓഫ് √e/2n0 ആണ് നമ്മുടെ PC. നമുക്ക് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള PC ആണ് ഇത്. നിങ്ങളൊന്ന് ജസ്റ്റ് പെന്നും പേപ്പർ എടുത്ത് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കും, അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. ഇറ്റ് ഇസ് 1 മൈനസ് 1/2 ERFC ഓഫ് √e/n0 ആണ് നമ്മുടെ PC, ഫൈനൽ PC. അത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, ഒരു ടേം ആണ് ഇത് പറയുന്നത്. സോ നമുക്ക് ഇവിടെ 2 ടേം ഉണ്ട്, അതായത് പ്രോബബിലിറ്റി ഓഫ് എയും ബി എന്നും പറഞ്ഞ പോലെ ഇവിടെ 2 ടേം ഉണ്ട്. സോ ഹിയർ സ്ക്വയർ ടേം വിൽ കം. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിന് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യും. ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് e/2n0 എന്ന് പറഞ്ഞാൽ വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ ഈ ERFC സ്ക്വയറിന്റെ ടേമിന് നമ്മൾ നെഗ്ലിജിബിൾ ആവും. സോ നമുക്ക് ഫൈനലി കിട്ടുന്ന പീസിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 മൈനസ് ERFC ഓഫ് √e/2n0 ആയിരിക്കും. അതായത് ഫസ്റ്റ് മാത്രമേ ഉണ്ടാവും, ഈ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ നെഗ്ലിജിബിൾ ആയതുകൊണ്ട് അതിനെ നെഗ്ലക്ട് ചെയ്യും. അപ്പൊ നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽ S4 വാസ് ട്രാൻസ്മിറ്റഡ് ഈസ് നത്തിങ് ബട്ട്, ഇത് കറക്റ്റ് ഡിസിഷൻ ആണെങ്കിൽ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് കറക്റ്റ് ഡിസിഷൻ ആണ് എറർ. സോ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയിരിക്കും. അതിനകത്ത് നമ്മൾ കറക്റ്റ് ഡിസിഷൻ നമ്മൾ ഫൈൻഡ് ചെയ്തു. ഇൻസ്റ്റെഡ് ഓഫ് ഫൈൻഡിങ് റോങ് ഡിസിഷൻ വി ഹാവ് ഫൗണ്ട് ദ കറക്റ്റ് ഡിസിഷൻ ദാറ്റ് S4 വാസ് ട്രാൻസ്മിറ്റഡ്. അപ്പം നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എറർ എന്താ, എറർ ദാറ്റ് S4 വാസ് ട്രാൻസ്മിറ്റഡ് ഇസ് നത്തിങ് ബട്ട് ഹോൾ പ്രോബബിലിറ്റി എന്ന് കറക്റ്റ് ഡിസിഷൻ കുറച്ച് കഴിഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എറർ കിട്ടും. That is probability of S4 of t, the error that S4 of t was transmitted is nothing but 1 minus probability of C, that is probability of correct decision that was transmitted. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സോ 1 minus that correct decision എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ finally we get that probability of error that S4 was transmitted is nothing but ERFC of √e/2n0. ഇത് S4ന്റെ കേസിലാണ്. Now we have to find S2, S3, S4 except S4 up to S4. സോ ഈ S1ഉം S2ഉം S3ഉം S4ഉം സിമെട്രിക്കൽ ആയതുകൊണ്ട് ഇൻ 2 dimensional സിഗ്നൽ സ്പേസ് വി സേ ദാറ്റ് ഇതിന്റെ ഒക്കെ പ്രോബബിലിറ്റി ഓഫ് എറർ എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ERFC ഓഫ് √e/2n0 തന്നെയാണ് അതിന്റെ പ്രോബബിലിറ്റി. നൗ അപ്പം നമുക്ക് ടോട്ടൽ എറർ പ്രോബബിലിറ്റി എറർ എന്ന് പറയുന്നത് നമുക്ക് ഇന്നലത്തെ ഇക്വേഷൻ പോലെ നമുക്ക് കാണാം, P10 ഇൻറ്റു P1, P01 ഇൻറ്റു
P0 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മളുണ്ട്. അതേപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് എറർ ദാറ്റ് സിമ്പിൾ ട്രാൻസ്മിറ്റഡ് S1 of t ആണ് ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് S1 of t എറർ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് S2 of t എറർ ഓഫ് S3 of t ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് S3 of t. അങ്ങനെ നമ്മൾ എഴുതും, സ്പ്ലിറ്റ് എഴുതി ഇന്നലത്തെ എഴുതിയ പോലെ തന്നെ. അപ്പൊ ഇതിന്റെയൊക്കെ പ്രോബിലിറ്റി ഇക്വിപ്രോബിൾ ആയതുകൊണ്ട് 1/4 ആണ്. സിൻസ് ഇവിടെ 4 സിമ്പിൾസ് ഉള്ളതുകൊണ്ട് 1/4 ആണ് ഇതിന്റെയൊക്കെ പ്രോബിലിറ്റി. സോ ആ 1/4 കോമൺ ആക്കി എടുത്തു കഴിഞ്ഞിട്ട് ഇതിന്റെ ഒക്കെ ERFC ആഡ് ചെയ്യും. ദാറ്റ് ഈസ് ഈ ഒന്നിൻ്റെത് ERFC ഓഫ് √t/2n0 ആണെങ്കിൽ ഈ 4 എണ്ണത്തിന്റെ 4 ERFC ഓഫ് √t/2 into n0 ആണ്. സോ ദിസ് 4 and this 4 ക്യാൻസൽ ആവും. സോ പ്രോബിലിറ്റി ഓഫ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എറർ എന്ന് പറഞ്ഞാൽ ERFC ഓഫ് √t/2n0 ആണ്. സിൻസ് ഹിയർ we have to find the bit error ആ വേണ്ടത്. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബിറ്റ്സ് ആയതുകൊണ്ട് 2 EB ആണ് E. അപ്പം ബിറ്റ് എറർ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഹാഫ് ആയിരിക്കും, ഈ ERFCന്റെ ഹാഫ് ആയിരിക്കും. E എന്ന് പറഞ്ഞാൽ 2 EB ആണ്. സോ EB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, E/2 ആണ്. സോ ദിസ് എറർ, ഈ പ്രോബിലിറ്റി ഓഫ് എറർ ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മുടെ ബിറ്റ് എറർ.